ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മീനമ്മ കത്തിക്കാരെന്നും പറയും, അമ്പട്ടക്കാരെന്നും പറയും. ഇത് നമ്മൾ എന്താണ് ചെയ്യാൻ? ഇത് വറക്കാനും കറി വെക്കാനും. ഇന്ന് നമുക്ക് കുറച്ച് കത്തിക്കാര കിട്ടി. അതിന് ഞങ്ങൾ പിന്നെ കറി വെക്കാനും വറുക്കാനും തീരുമാനിച്ചു. അങ്ങനെ ഇന്ന് കറി വയ്ക്കുന്നത് അമ്മയാണ്. അമ്മ നല്ല നാടൻ രീതിയിൽ മീൻകറിയൊക്കെ വയ്ക്കും. അവിടെ ആയിരുന്നപ്പോൾ അമ്മയുടെ മീൻകറി എനിക്ക് മാത്രമല്ല നമുക്കെല്ലാവർക്കും നന്നായിട്ട് മിസ്സായി. അങ്ങനെ വന്ന ഉടനെ ഞാൻ പറഞ്ഞായിരുന്നു അമ്മയുടെ അടിപൊളിയായിട്ടൊന്ന് മീൻകറി വയ്ക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ അമ്മയ്ക്ക് കത്തിക്കാര മീൻ കിട്ടിയായിരുന്നു രാവിലെ. മാർക്കറ്റിൽ പോയില്ല, ഞങ്ങളിവിടെ മീൻ കൊണ്ടുവരും. മീൻ നമ്മളിവിടെ നിന്ന് വാങ്ങും, പിന്നെ വണ്ടിക്കാർ കൊണ്ടുവരും. അങ്ങനെ അവിടെ നിന്നാണ് വാങ്ങിയത്. നല്ല ഫ്രഷ് മീനായിരുന്നു. അങ്ങനെ അപ്പോൾ അതിന് കുറച്ചെടുത്ത് വറുത്തിട്ട് കുറച്ച് കറി വയ്ക്കാനാണ് അമ്മയുടെ പ്ലാന്. പിന്നെ അങ്ങനെ അമ്മ മീൻ കട്ട് ചെയ്യുകയാണ്. അപ്പോഴെനിക്ക് പറഞ്ഞു തരികയാണത് നല്ല മീനാണ്, നല്ല വൃത്തിയാണ് ഈ മീൻ, കട്ട് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ് എന്നൊക്കെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയെ. കപ്പയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പുഴുങ്ങാൻ വേണ്ടിയിട്ട് അതും തയ്യാറാക്കാൻ വേണ്ടി വെച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് തയ്യാറാക്കാനായിട്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഇതിൽ നിന്ന് മീനിപ്പോൾ വറുക്കേണ്ട മീനമ്മ നന്നായിട്ട് വരഞ്ഞെടുക്കുകയാണ്. കാരണം ഈ സൈഡ് ചരിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഈ അരപ്പൊക്കെ ചേർക്കുമ്പോൾ അതിൽ നല്ല രീതിയിൽ മസാലയും എല്ലാം നന്നായിട്ട് പിടിക്കുമെന്നാണ് അമ്മ പറയുന്നത്. നല്ല ഇതായിട്ട് പിടിച്ച് തരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, നമ്മുടെ വീട്ടിൽ പുളിഞ്ചിക്കയുണ്ട്, പുളിഞ്ചി മരം. അപ്പോൾ അതിൽ നിറച്ച് പുളിഞ്ചിക്ക ഉണ്ടായിരുന്നു. ഒത്തിരി പേര് വരുന്നുണ്ട്, അവർക്ക് കൊടുക്കണുണ്ട്. പിന്നെ ബാക്കി തറയിൽ തൊഴിഞ്ഞ് വീണും ഒത്തിരി കിടക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അതിൽ നിന്ന് ഞാൻ പറഞ്ഞ് എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, മീനിൽ നമുക്ക് പിന്നെ ഇതിടാന്ന് പറഞ്ഞ് ഇരുമ്പിക്ക എന്നും പറയും, പുളിഞ്ചിക്കായ എന്നും പറയും. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് എടുത്ത് മീനിലിടാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം ഞാനെടുത്ത് കടിച്ച്, അത് ഭയങ്കരപ്പെട്ട പുളിപ്പായിരുന്നു. അങ്ങനെ ഒരെണ്ണെടുത്ത് കടിച്ച് നോക്കിയായിരുന്നു. ഭയങ്കരപ്പെട്ട പുളിപ്പാണ് അത്. പുളിഞ്ചിക്കയൊക്കെ പറിച്ചിട്ട് വന്നപ്പോൾ അമ്മ മീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ തയ്യാറാക്കി. പിന്നെ ഇപ്പം വറുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം മീനിന് വേണ്ടിയിട്ടുള്ള കൂട്ട് തയ്യാറാക്കുന്നത്. അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒരു അല്ലി വെളുത്തുള്ളി മിക്സിയിലിട്ട് ജാറിലിട്ട് ഒന്ന് കറക്കി അതിലിട്ട് ഒരു നുള്ള കരിവേപ്പിലയും ഇട്ടിട്ട് സ്വല്പം വെള്ളവും പാകത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ വരിഞ്ഞ് വച്ചിട്ടുള്ള മീനിൽ വരകളിലൊക്കെ നന്നായിട്ട് അതിനകത്തോട്ട് പിടിക്കത്തക്ക രീതിയിൽ അമ്മ അങ്ങനെ തേച്ച് പിടിപ്പിച്ച് 3 മീനാണ് ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തത്. അത് തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനായിട്ട് വെച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാ രീതിയിൽ ഓയിലൊഴിച്ച്, നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ, വെളിച്ചെണ്ണയിലാണ് നമ്മൾ വറുക്കുന്നത്. വെളിച്ചെണ്ണയിൽ വറുക്കാനായിട്ടിട്ട് കണ്ടില്ലേ, ഒരു സൈഡ് മൂത്ത് പിന്നെ രണ്ടാമത് മറിച്ചിട്ട് തയ്യാറാക്കുകയാണ്. വറുത്ത് കോരിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ മീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും എടുത്തിട്ട് കുറച്ച് എണ്ണ വീത്തി അതിലേക്ക് നമ്മൾ വറുത്തെടുക്കുകയാണ്. അരമുറി തേങ്ങയും ഒരു 3-4 ചെറിയ ഉള്ളിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത്, പിന്നെ നമ്മളിപ്പോൾ വറുത്ത് വെച്ച പിന്നെ മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് വറുത്തില്ലേ, അതും കൂടെ ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടെ വീഴ്ത്തി മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഒരുപാട് അരയണ്ട, ഒരു പാകത്തിന് അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറിച്ചിട്ട് വന്ന ഇരുമ്പൻ പുളിയില്ലേ, അതിനെ നമ്മൾ മുറിച്ചിട്ട് കട്ട് ചെയ്ത് ചൂടുവെള്ളത്തിലാണ് ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിലൊരു കമർപ്പുണ്ടെന്നാണ് പറയുന്നത്. ഇരുമ്പൻ പുളിയിലൊരു സൈസ് പുളിപ്പില്ലേ, ഒരു ഭയങ്കരപ്പെട്ട കുത്ത് പുളിപ്പുണ്ടല്ലോ, അത്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഒരു 3-4 പച്ചമുളകും കീറിയിട്ട് ഇരുമ്പൻ പുളിയും പിന്നെ നമ്മൾ പുളിയും പാകത്തിനുള്ള പുളിയും ചേർത്ത് വെച്ചിട്ട്
നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ്. അത് നമ്മൾ ആ കൂട്ട് ഇതിലോട്ട് ചേർക്കും. ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കും. അതിലേക്ക് നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്ത് സ്വല്പം ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഉലുവാപ്പൊടിയും കൂടെ ചേർത്താണ് മൊത്തത്തിലൊത്ത് നമ്മൾ മിക്സാക്കി എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് അടുപ്പിലേക്ക് വയ്ക്കുന്നു, ഗ്യാസിലേക്ക്. അപ്പോഴാണ് ഓർമ്മിച്ചത് കരിവേപ്പില ഇട്ടില്ലല്ലോ എന്ന്. അങ്ങനെ കരിവേപ്പില എടുക്കാനായിട്ട് അമ്മ പോയി. അമ്മക്കൊരു വലിയ മൂട് കരിവേപ്പില ഉണ്ടായിരുന്നു. അത് മൊത്തം ഇല മൊത്തം പൊഴിഞ്ഞ് കേടായിപ്പോയി. പിന്നെ ഇപ്പോൾ നമ്മളിൽ വീട്ടുമുറ്റത്ത് നിൽക്കുന്നതിൽ നമുക്ക് ജീരക കരിവേപ്പില എന്ന് പറയും, കുഞ്ഞിലയാണ് അത്. അപ്പം അതിലെ കരിവേപ്പില, ഫ്രഷ് കരിവേപ്പില ഇടാനായിട്ടാണ് അമ്മ ഇപ്പോൾ ഓടിയത്. അങ്ങനെ ഫ്രഷ് കരിവേപ്പില പറിച്ചിട്ട് വന്ന് മീനിലിട്ട്. ഇപ്പം മീൻ തിളച്ച് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സൂപ്പർ മീനാണിത്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അമ്മ പറഞ്ഞെങ്കിൽ നമുക്ക് കടു താളിച്ചിടാമെന്ന്. അങ്ങനെ കടു താളിക്കുകയാണ്. ഉള്ളിയും കടുകും ചേർത്ത് കടു താളിക്കുകയാണ്. അതിൽ കൂടെ 2 വറ്റൽമുളകും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ജീരക കരിവേപ്പില, അതും ഇതിൽ ചേർത്തിട്ടുണ്ട്. അങ്ങനെ അടിപൊളി മീൻകറി തയ്യാറായിട്ടുണ്ട്. സൂപ്പർ മീൻകറി തയ്യാറായിട്ടുണ്ട്. അമ്മയുടെ സ്പെഷ്യൽ മീൻകറിയാണ്. ചേട്ടന് ഭയങ്കര ഇഷ്ടമായി ഈ മീൻ. നല്ല ടേസ്റ്റാണെന്ന് പറയും. വറുത്താലും ഇഷ്ടമാണ്, കറി വെച്ചാലും ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ എല്ലാ വിഭവങ്ങളും തയ്യാറായിട്ടുണ്ട്. വലുതായിട്ടൊന്നുമല്ല, ചെറിയ രീതിയിൽ എല്ലാം തയ്യാറായിട്ടുണ്ട്. അതിൽ നമുക്ക് കപ്പയുണ്ട്, ചീരയും പരിപ്പുമായിട്ടുള്ളൊരു കറിയുണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്. അതിൻ്റെ ഫിഷിൻ്റെ തന്നെ, മീനിൻ്റെ തന്നെ നമുക്കതിൻ്റെ മുട്ടയുണ്ടല്ലോ, അതും കിട്ടിയായിരുന്നു. അപ്പോൾ അതും നമ്മൾ വറുത്തായിരുന്നു. അതും പിന്നെ പപ്പടവും നാരങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് സഹായിച്ചിട്ട് ഞാൻ പോയി പെട്ടെന്നൊന്ന് കുളിച്ചിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. പിന്നെ അമ്മയും അമ്മൂസും ഒക്കെ നേരത്തെ കഴിച്ചായിരുന്നു. അതാണ് അവരിപ്പോൾ ഈ കൂട്ടത്തിൽ കാണാത്തത്. അവർ നേരത്തെയായിരുന്നു അവർ ഫുഡ് കഴിച്ചത്. അങ്ങനെ ഇപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. അങ്ങനെ ഞങ്ങൾ കഴിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എങ്കിൽ വീണ്ടും നമ്മൾ ഇതുപോലെയുള്ള വീഡിയോകൾ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ഓക്കേ.